Hi all, KTU BTech Mechanical Engineering 7th semester ഡിസൈൻ ഓഫ് മെഷീൻ എലമെൻറ്റ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പവർ സ്ക്രൂസിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. ദെൻ പവർ സ്ക്രൂവിൽ അപ്ലൈ ചെയ്യേണ്ട ടോർക്കിൻ്റെ കാര്യങ്ങൾ, ലോഡ് റൈസ് ചെയ്യാനും ലോവർ ചെയ്യാനൊക്കെ എത്രത്തോളം ടോർക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഇതുവരെ നമ്മൾ കണ്ടത്. ഇനി പവർ സ്ക്രൂവിൻ്റെ തന്നെ ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം സ്ക്വയർ ത്രെഡഡ് ആയിട്ടുള്ള ഒരു പവർ സ്ക്രൂ യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു സ്ക്രൂവും ഒരു നട്ടും ഉണ്ടായിരിക്കണം. എന്നാലാണ് നമുക്ക് അവിടെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, ഒരു റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഒരു സ്ക്രൂ ജാക്ക് ആണെങ്കിൽ സ്ക്രൂ ജാക്കിൻ്റെ ഒരു മെയിൻ ബോഡി, ഒരു ബേസ് ഉണ്ടായിരിക്കും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ആ ഒരു നട്ടമ്മിലാണ് നമ്മൾ ആ ഒരു പവർ സ്ക്രൂ അതിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു നട്ടും ബേസും എല്ലാം സ്റ്റേഷനറി ആണ്. ഈ ഒരു സ്ക്രൂ ആണ് ലോഡിനെയും ക്യാരി ചെയ്തുകൊണ്ട് വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രൂവിലും നട്ടിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രെസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം പറയാനുള്ളത് ഒരു ഡയറക്റ്റ് സ്ട്രെസ്സിനെ കുറിച്ചാണ്. നമുക്ക് W എന്ന് പറയുന്ന ഒരു ലോഡ് ഈ ഒരു സ്ക്രൂവിൽ ആക്സിയലായിട്ട് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു കംപ്രസീവ് സ്ട്രെസ്സ് ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ഈ ഒരു സ്ക്രൂവിൽ ദെൻ ഈ കംപ്രസീവ് സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രൂവിൻ്റെ കോർ ഡയാമീറ്റർ ഉള്ള പോർഷനാണ്. ഇപ്പോൾ മെറ്റീരിയൽ കണ്ടിന്യൂറ്റി ഉള്ളത് ഈ ഒരു D1 എന്ന് പറയുന്ന കോർ ഡയാമീറ്റർ അടങ്ങുന്ന അത്രയും ഒരു സിലിണ്ടറിക്കൽ പോർഷനിലാണ് കണ്ടിന്യൂസ് ആയിട്ട് മെറ്റീരിയൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമാണ് ഈ ഒരു ആക്സിയൽ കംപ്രസീവ് ലോഡിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് എന്ന് പറയുന്നത് ലോഡ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ കോർ ഏരിയ. D1 എന്ന് പറയുന്നതാണ് സ്ക്രൂവിൻ്റെ കോർ ഡയാമീറ്റർ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ ഈ ഒരു സ്ക്രൂ നമ്മൾ ടേൺ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ അതിൽ ഡെവലപ്പ് ചെയ്യുന്ന അടുത്തൊരു സ്ട്രെസ്സാണ് ടോർഷണൽ ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പോൾ T എന്ന് പറയുന്ന ഒരു ടോർക്ക് അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുത്തെ ലോഡിനെ റേസ് ചെയ്യുക ലോവർ ചെയ്യുകയൊക്കെ ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രൂ മൊത്തത്തിൽ ട്വിസ്റ്റായി പോകാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ട്വിസ്റ്റ് ഇൻ കേസ് നമ്മൾ ടേൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു θ അത്രയും ഒരു ട്വിസ്റ്റ് നമ്മുടെ സ്ക്രൂവിൽ വരികയാണെങ്കിൽ നമുക്ക് അവിടെ എഫക്റ്റീവായിട്ട് ലോഡിനെ റേസ് ചെയ്യാനോ ലോവർ ചെയ്യാനോ ഒന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിങ്ങിനെ അവോയ്ഡ് ചെയ്യണമെങ്കിൽ എത്രത്തോളം മെറ്റീരിയൽ അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ഒരു ട്വിസ്റ്റിങ്ങിനെയും റെസിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു കോർ ഡയാമീറ്റർ തന്നെയാണ്. D1 എന്ന് പറയുന്ന കോർ ഡയാമീറ്റർ തന്നെയാണ് ഈ ഒരു ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള ട്വിസ്റ്റിങ്ങിനെ റെസിസ്റ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ടോർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്ക്രൂവിൽ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സാണ് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ നമ്മളൊരു റെസിസ്റ്റിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രൂവിൽ ഡെവലപ്പ് ചെയ്യുന്ന ടോർഷണൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ നമുക്ക് 16T ഡിവൈഡഡ് ബൈ πD1³ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ D1 എന്ന് പറയുന്നത് കോർ ഡയാമീറ്റർ തന്നെയാണ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് മനസ്സിലായി കാണും. ഓക്കെ, ദെൻ നമുക്കപ്പോൾ ഈ ഒരു സ്ക്രൂ നോക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സ്, ഒരു ആക്സിയൽ ഡയറക്ഷനിലുള്ള ഒരു കംപ്രസീവ് സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ആ ഒരു സെയിം ആക്സിസിൽ തന്നെ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ്സും ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ രണ്ട് തരത്തിലുള്ള സ്ട്രെസ്സുകളാണ് അറ്റ് എ ടൈം സ്ക്രൂവിൽ ആക്ട് ചെയ്യുന്നത്. ഒന്ന് ഒരു നോർമൽ സ്ട്രെസ്സാണ്, ഒന്നൊരു ഷിയർ സ്ട്രെസ്സാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റിസൾട്ടൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും ഈ ഒരു സ്ക്രൂവിൽ ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ആ ഒരു റിസൾട്ടൻ്റ് സ്ട്രെസ്സ് നമുക്ക് മാക്സിമം ഷിയർ സ്ട്രെസ് തിയറിയുടെ ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ടോമാക്സ് ഇസ് ഈക്വൽ ടു √σc/2² പ്ലസ് τ² എന്നുള്ള രീതിയിൽ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഈ രീതിയിലൊരു റിസൾട്ടൻ്റ് സ്ട്രെസ്സ് കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ ഇൻ കേസ് നമ്മളോട് പറയുകയാണ് ഒരു സ്ക്രൂ ഡിസൈൻ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലിമിറ്റിംഗ് സ്ട്രെസ്സും തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ D1 എന്ന് പറയുന്ന കോർ ഡയാമീറ്റർ നമുക്ക് ഈ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, മിനിമം ഇത്ര കോർ ഡയാമീറ്റർ ഉണ്ടെങ്കിലാണ് ഈ ഒരു സ്ക്രൂ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അതിന് ഈ ലോഡുകളെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ ഒരു അലൗബിൾ ഷിയർ സ്ട്രെസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ബേസിൽ D1 എന്ന് പറയുന്ന കോർ ഡയാമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒന്നാണ് ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ടോർഷണൽ ഷിയർ സ്ട്രെസ് പറഞ്ഞു. ദെൻ ഇപ്പോൾ പറയുന്നത് ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് ആണ്. ഓൾറെഡി ഒരു കംപ്രസീവ് സ്ട്രെസ്സും പറഞ്ഞു. അപ്പോൾ ഈ ഒരു കംപ്രസീവ് സ്ട്രെസ്സൊക്കെ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പ്ലെയിനിലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കിട്ടും. ആ ഒരു ഏരിയയിലാണ് കംപ്രസീവ് സ്ട്രെസ്സൊക്കെ ആക്ട് ചെയ്യുന്നത്. ദെൻ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് എവിടെയാണ് ആക്ട് ചെയ്യുക? ഇത് ഈ ഒരു വെർട്ടിക്കൽ ലൈനിലായിട്ടാണ് ട്രാൻസ്വേഴ്സ് സ്ട്രെസ് ആക്ട് ചെയ്യുക. ഒരു സിംഗിൾ ത്രെഡ്, ഈ ഒരു സ്ക്രൂവിലുള്ള ഒരു സിംഗിൾ ത്രെഡ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു ത്രെഡിൻ്റെ റൂട്ട് പോർഷൻ, ഈ ഒരു ത്രെഡും ഈ ഒരു കോർ പോർഷനിലുള്ള D1 ഡയാമീറ്ററുള്ള കോർ ഒരു സിലിണ്ടറായിട്ട്, കോർ ഭാഗത്തിന് ഒരു സിലിണ്ടറായിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം, ഈ റൂട്ട് എന്നുള്ള രീതിയിൽ വരുന്ന അവിടെ ഒരു സ്ട്രിപ്പ് പോലെ ഒരു ഏരിയ ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാവും അല്ലേ? ആ ഒരു ഭാഗത്ത് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സ്ട്രെസ്സിനെയാണ് ഷിയർ സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഡ് കൂടിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് കാരണം എന്ത് സംഭവിക്കും? ഒരു ത്രെഡ് മൊത്തത്തിൽ അവിടെ നിന്ന് പറഞ്ഞു പോരാനായിട്ടൊരു സാധ്യതയുണ്ട്. ഈ റൂട്ട് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് അത് ബ്രേക്ക് ചെയ്ത് ഒരു ത്രെഡ് മൊത്തത്തിൽ അവിടെ നിന്ന് ഉരിഞ്ഞു പോരുന്ന രീതിയിലുള്ള ഒരു ഫെയിലിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്വേഴ്സ് സ്ട്രെസ് കൺസിഡർ ചെയ്തിട്ട് ഡിസൈൻ ചെയ്താലാണ് നമുക്ക് ത്രെഡുകൾക്ക് പ്രോപ്പറായിട്ട് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ത്രെഡുകൾ ആ ഒരു കോർ സിലിണ്ടറിൽ നിന്ന് വിട്ടു പോരാനായിട്ട് സാധ്യതയുണ്ട്, ഷിയർ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് കിട്ടണമെങ്കിൽ നമുക്ക് ഒന്ന് ഒരു സിംഗിൾ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് സ്ട്രെസ്സാണ് നമ്മളിവിടെ എഴുതണത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു നട്ടും ഉണ്ട്, ഇവിടെ നട്ടും ഉണ്ട്, ഒരു സ്ക്രൂവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ എൻഗേജ് ചെയ്തിരിക്കുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 4 ത്രെഡ്, 1 2 3 4, ഏകദേശം ഒരു 4 ത്രെഡാണ് ഇത് തമ്മിൽ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് വരുന്നത്, കോണ്ടാക്റ്റിൽ വരുന്നത്. ഓക്കെ, 3 4 ത്രെഡ് നമുക്കിതിൽ വരുന്നു. എക്സാക്ട്ലി നോക്കിയാൽ 3 ത്രെഡാണ് കംപ്ലീറ്റ് ആയിട്ടും ഇതിൽ കോണ്ടാക്റ്റിൽ വരിക. ഓക്കെ, എന്തായാലും ആവട്ടെ, നമുക്കൊരു n നമ്പർ ഓഫ് ത്രെഡ്സ് ആണ് അറ്റ് എ ടൈം നട്ടുമായിട്ട്, സ്ക്രൂവിലുള്ള n നമ്പർ ഓഫ് ത്രെഡ്സ് ആണ് നട്ടുമായിട്ട് എൻഗേജ്മെൻറ്റിൽ വരണതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കേസിൽ നമുക്കിവിടെ മൊത്തം ഉള്ള ലോഡ് എന്നുള്ളത് ഇപ്പോൾ 3 ത്രെഡാണ് എന്നുണ്ടെങ്കിൽ ആ 3 ത്രെഡിലേക്കും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ n. ഈ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ത്രെഡ്സ് ആണ്. ഓക്കെ, സ്ക്രൂവുമായിട്ട് അല്ലെങ്കിൽ നട്ടും സ്ക്രൂവും തമ്മിൽ എൻഗേജ്മെൻറ്റിൽ ഇരിക്കുന്ന ത്രെഡുകളുടെ എണ്ണമാണ് സ്മോൾ ലെറ്റർ n. അപ്പോൾ ആ ഒരു n വെച്ചിട്ട് നമ്മൾ ഈ W എന്ന് പറയുന്ന ലോഡിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കിട്ടും. ഓക്കെ, ആ ലോഡ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റൂട്ട് ഏരിയ, ആ റൂട്ട് ഏരിയ ആണ് നമ്മൾ πD1 × T എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു ത്രെഡിൻ്റെ ഈ ഒരു വിഡ്ത്ത് അല്ലെങ്കിൽ ഈ ഒരു തിക്നെസ് എന്നുള്ളത് സ്മോൾ t ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ത്രെഡും ഒരു കോർ സിലിണ്ടറും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന ഒരു ഏരിയ, ഒരു സർക്കുലർ സ്ട്രിപ്പ് പോലെ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഏരിയയാണ് വരിക. ആ ഒരു സിലിണ്ടറിക്കൽ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? πD1 × T ചെയ്ത് കഴിഞ്ഞാൽ ആ സിലിണ്ടറിക്കൽ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ക്രൂവിലുള്ള ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് കിട്ടും. അപ്പോൾ സ്ക്രൂവിലത്തെ സ്ട്രെസ് ആണെന്ന് കാണിക്കാനാണ് ഇതിനെ τS എന്ന് കാണിച്ചിട്ടുള്ളത്. ഈ ഒരു ഇക്വേഷൻ ഡാറ്റാ ബുക്കിലില്ല, ഇത് അറിഞ്ഞിരിക്കണം. ചില കേസിൽ നിങ്ങളോട് സ്ക്രൂ അല്ലെങ്കിൽ നട്ടും ഒക്കെ ഡിസൈൻ ചെയ്യാൻ പറയാറുണ്ട്. ഓക്കെ, ഇനി ഇപ്പോൾ ഈ പറഞ്ഞ ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് സ്ക്രൂവിലത്തെ കേസ് പറഞ്ഞു, ഇത് തന്നെ നട്ടിലും ആക്ട് ചെയ്യാം.
ഓക്കെ, ഇങ്ങനത്തെ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് കാരണം ഒരു ഇൻറ്റേർണൽ ത്രെഡാണ് നട്ടിലുള്ളത്. ഈ ഒരു ഇൻറ്റേർണൽ ത്രെഡുകളുടെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലാണ്. ഓക്കെ, ഇൻറ്റേർണൽ ത്രെഡ്സിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ലൈനിലാണ്. ഇവിടെ വെച്ചിട്ടും എന്ത് ചെയ്യാം, ത്രെഡുകൾ ബ്രേക്ക് ചെയ്ത് പോവാം. ഓക്കെ, അപ്പം ഈ ഒരു നട്ടിലാണ് ആക്ച്വലി ഫെയിലിയറിന് സാധ്യത കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ നട്ട് കുറെ കൂടി സോഫ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഒരു സ്ക്രൂ ജാക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സ്ക്രൂ എപ്പോഴും സ്റ്റീലായിരിക്കും. നട്ട് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി സോഫ്റ്റർ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും. ഓക്കെ, ചിലപ്പോൾ ബ്രാസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഇപ്പോൾ കാസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ കുറേ കൂടിയും വിയർ ചെയ്ത് പോകാൻ സാധ്യതയുള്ള ഒരു കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മുടെ നട്ട് വരിക. നട്ടിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാം, അത്ര കോസ്റ്റ്ലി അല്ല. സ്ക്രൂ എന്ന് പറയുമ്പോൾ ഒരുപാട് ത്രെഡ്സ് ഉണ്ട്. നട്ടാകുമ്പോൾ ഒരു 4 ത്രെഡുകളൊക്കെ ആയിരിക്കും ഒരു നട്ടിലുണ്ടായിരിക്കുക. അപ്പോൾ അത് റീപ്ലേസ് ചെയ്താലും നമുക്ക് അത്ര കോസ്റ്റ്ലി അല്ല. സ്ക്രൂ റീപ്ലേസ് ചെയ്യാന്ന് പറയുമ്പോൾ കുറേ കോസ്റ്റ്ലി ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നട്ട് വിയർ ചെയ്ത് പോകാൻ സാധ്യതയുള്ള സോഫ്റ്റർ ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി സോഫ്റ്റർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ കൊണ്ടായിരിക്കും നട്ട് അവിടെ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ നട്ടിലും ഈ രീതിയിൽ ഒരു സ്ട്രെസ്സ്, ഒരു ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ്സ് അതിൻ്റെ റൂട്ട് പോർഷനിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നട്ടിൻ്റെ കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നട്ടിൻ്റെ റൂട്ട് ഡയാമീറ്റർ എന്നുള്ളത് ഡി ആണ്. നമ്മുടെ സ്ക്രൂവിൻ്റെ നോമിനൽ ഡയാമീറ്റർ ആണ് നട്ടിനെ സംബന്ധിച്ചിടത്തോളം റൂട്ട് ഡയാമീറ്റർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നട്ടിലുള്ള ട്രാൻസ്വേഴ്സ് ഷിയർ സ്ട്രെസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ത്രെഡിലുള്ള ലോഡ്, അപ്പോൾ W/N ചെയ്ത് കഴിഞ്ഞാൽ ഒരു ത്രെഡിലുള്ള ലോഡ് കിട്ടും. ദെൻ അവിടുത്തെ ആ ഒരു സിലിണ്ടറിക്കൽ ഏരിയ, നട്ടിലുള്ള ഒരു ഇൻറ്റേർണൽ ത്രെഡ് അതിൻ്റെ നട്ടിൻ്റെ ബാക്കി ഭാഗമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഒരു സിലിണ്ടറിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ πD/T. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്ക്രൂവിലും നട്ടിലുമൊക്കെ ആക്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സ് സ്ട്രെസ്സുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ടേമാണ് ബിയറിംഗ് പ്രഷർ. ഓക്കെ, പിന്നെ നട്ടും സ്ക്രൂവും തമ്മിൽ കോണ്ടാക്റ്റിൽ വരുന്ന സർഫസുകളിൽ ഉണ്ടാകുന്നൊരു പ്രഷർ, അതിനെയാണ് നമ്മൾ ബിയറിംഗ് പ്രഷർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ക്രൂവും നട്ടും കൂടി എൻഗേജ് ചെയ്തിരിക്കുന്ന സമയത്ത് ഇവിടെ കോണ്ടാക്റ്റ് വരുന്നത്, ഈ ഒരു ലോഡ് മെയിനായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ ഒരു സ്ക്രൂവിൻ്റെ ഓരോ സ്ക്രൂവിലുമുള്ള ഒരു ആനുലാർ സർഫസ്, ഓരോ സ്ക്രൂവിലുമുള്ള ഒരു സ്ലാൻഡഡ് ആയിട്ടുള്ളൊരു സർഫസ് ഉണ്ട്. അത് ഈ ഒരു നട്ടിലുള്ള സർഫസിൻ്റെ പുറത്തിങ്ങനെ റസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇത് അസംബിൾ ചെയ്യുമ്പോൾ വരിക. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഒരു ആനുലാർ ഏരിയയിലേക്കൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുക. നട്ട് സ്ക്രൂവിലുള്ള W എന്ന് പറയുന്ന ലോഡ് നട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് അവിടെ ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് ഒരു ആനുലാർ ഏരിയ ആയിരിക്കും. ആ ഏരിയ ആണ് ഇവിടെ D² - D1² എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ D എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ നോമിനൽ ഡയാമീറ്റർ ആണ്. D1 എന്ന് പറയുന്നത് കോർ ഡയാമീറ്റർ ആണ്. അപ്പോൾ D² - π/4 D² - π/4 D1² ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആനുലാർ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ആനുലാർ ഏരിയയിൽ കൂടെയാണ് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന പ്രഷറിനെയാണ് നമ്മൾ ബിയറിംഗ് പ്രഷർ എന്ന് പറയുക. ആ ഒരു ബിയറിംഗ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷനാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സിംഗിൾ ത്രെഡിലുള്ള ലോഡ് കാണാനായിട്ട് നമ്മൾ W/N ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ W/N എന്നുള്ളത് മൊത്തത്തിൽ ഒരു സിംഗിൾ ത്രെഡിൽ ആക്ട് ചെയ്യുന്ന ലോഡിൻ്റെ വാല്യൂ തരും. ദെൻ ഡിവൈഡഡ് ബൈ ഈ ഒരു 4 ന്യൂമറേറ്ററിൽ എടുക്കുന്ന ഇവിടെ ഡിനോമിനേറ്ററിൽ വരുന്നതാണ് π/4 × D² - D1². അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയറിംഗ് പ്രഷർ കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു സ്ക്രൂവും നട്ടും വരുന്ന കോമ്പിനേഷനിൽ ബിയറിംഗ് പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്ക്രൂവിൻ്റെ ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും, നട്ടിനും ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ കോമ്പിനേഷന്, ഓരോ മെറ്റീരിയൽ കോമ്പിനേഷനും അതിന് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ഒരു മാക്സിമം ബിയറിംഗ് പ്രഷറിൻ്റെ ലിമിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ മഹാദേവൻ ഡാറ്റ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പേജ് 137 ടേബിൾ 9.5 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബിയറിംഗ് പ്രഷർ വാല്യൂസ് കിട്ടും. ഓക്കെ, ദെൻ ഈ സെയിം ഇക്വേഷനെ തന്നെ നമുക്ക് വേറൊരു രീതിയിലും കൂടി എഴുതാം. നമ്പർ ഓഫ് ത്രെഡ്സ് n നമുക്കറിയണമെന്ന് വിചാരിക്കുക.
ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. നമ്മുടെ കയ്യിൽ ഓൾറെഡി ബിയറിംഗ് പ്രഷർ ഉണ്ടെങ്കിൽ ആ ഒരു ബിയറിംഗ് പ്രഷറിനെ നമ്മളിവിടെ ഡിനോമിനേറ്ററിലേക്ക് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ഇക്വേഷനിൽ നിന്ന് തന്നെ എന്ത് കിട്ടും? നമ്പർ ഓഫ് ത്രെഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഒരു നട്ടിൽ എത്ര ത്രെഡ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് ഈ ഒരു സെയിം ഇക്വേഷനിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ മഹാദേവൻ ഡാറ്റ ബുക്ക് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിയറിംഗ് പ്രഷറിൻ്റെ ഇക്വേഷൻ ആയിട്ടല്ല ഈ ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കുക, നമ്പർ ഓഫ് ത്രെഡ്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. മഹാദേവൻ ഡാറ്റ ബുക്കിൽ 135 പേജിൽ നമ്പർ ഓഫ് ത്രെഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനായിട്ട് ഈ ഒരു ഇക്വേഷനെ എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, ബിയറിംഗ് പ്രഷർ എന്നുള്ള രീതിയിലല്ല അവിടെ കൊടുത്തിട്ടുള്ളത്. ദെൻ n എന്നുള്ളത് നട്ടിലുള്ള നമ്പർ ഓഫ് ത്രെഡ്സ് ആണെന്ന് പറഞ്ഞു. ദെൻ നമുക്ക് ലെങ്ത് ഓഫ് നട്ടിൻ്റെ ലെങ്ത്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ, അതായത് നമ്പർ ഓഫ് ത്രെഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉണ്ടാക്കുന്നത് പറഞ്ഞു. ആ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലെങ്ത് ഓഫ് നട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ഇങ്ങനെയാണ് വരിക, ലെങ്ത് ഓഫ് നട്ട് ഈസ് ഈക്വൽ ടു പിച്ച് ഇൻറ്റു നമ്പർ ഓഫ് ത്രെഡ്സ്. ഓക്കെ, പിച്ചിൻ്റെ വാല്യൂം എത്ര ത്രെഡ് ഉണ്ട് എന്നുള്ളത് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു നട്ടിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ ഇവിടെ ഒരു നട്ട് കാണിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഞാനിവിടെ എടുത്ത് പറയാൻ കാരണം മഹാദേവൻ ഡാറ്റ ബുക്കിൽ ഈ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട് പേജ് 135. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു അല്പം കൺഫ്യൂസിങ് ആണ്. അവിടെ പി ഇൻറ്റു എൻ, പിച്ച് ഇൻറ്റു എൻ എന്ന് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പി സബ്സ്ക്രിപ്റ്റ് എൻ എന്ന് കൊടുത്ത മാതിരിയാണ് തോന്നുക. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു W ഇൻറ്റു പിച്ച്, 4 ടൈംസ് ഓഫ് W ഇൻറ്റു പിച്ച് ഡിവൈഡഡ് ബൈ ബിയറിംഗ് പ്രഷർ ഇൻറ്റു പൈ ഇൻറ്റു d² മൈനസ് d1². ഇങ്ങനെയാണ് അവിടെ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഈ പി എന്നുള്ളത്, പിച്ച് ഇവിടെ മൾട്ടിപ്പിൾ ചെയ്തിട്ടുള്ളത് W സബ്സ്ക്രിപ്റ്റ് പി എന്നുള്ള രീതിയിൽ തെറ്റിദ്ധരിക്കുക. നമുക്കത് വേറെ എന്തെങ്കിലും ഒരു സാധനമാണെന്ന് സംശയം ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടി ഇവിടെ എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ദെൻ അവിടെ D1 എന്നുള്ള ഡയാമീറ്റർ കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ D1 എന്നാണ്. ഓക്കെ, അപ്പോൾ അത് നട്ടിൻ്റെ വാല്യൂ ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപിറ്റൽ D1 കാണിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ D1 സ്മോൾ d1 ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ക്യാപിറ്റൽ D1 എന്ന് പറയുമ്പോൾ അത് സ്ക്രൂവിൻ്റെ കേസിലുള്ള ഇന്നർ ഡയാമീറ്റർ ആയിട്ട് വരും. അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ കേസിൽ ഈ ഒരു D1 സിമിലർ ആയിട്ട് വരുന്ന ഈ ഒരു ഭാഗത്തെ ഡയമീറ്ററിനെയാണ് ക്യാപിറ്റൽ D1 എന്ന് നോട്ടേറ്റ് ചെയ്യുക. അപ്പോൾ മഹാദേവൻ ഡാറ്റ ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി അവർ കൊടുത്തിട്ടുണ്ട് നട്ടിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാം ക്യാപിറ്റൽ ഡിയുടെ ടേംസിലും സ്ക്രൂവിൻ്റെ പാരാമീറ്റേഴ്സൊക്കെ സ്മോൾ d എന്നുള്ള ആ ഒരു ആൽഫബറ്റിൻ്റെ ടേമിലുമാണ് അവർ റെപ്രസെൻ്റ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ അവിടെ d² മൈനസ് d1² എന്നുള്ളതിൽ D1 ക്യാപിറ്റൽ D എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും, അതും സ്മോൾ ഡിയും സെയിം തന്നെയാണ് എന്നുള്ളത് കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആ ഒരു ഡാറ്റ ബുക്കിലെ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ബേസിൽ നമുക്ക് നെറ്റിൻ്റെ ലെങ്ത്തും കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും തിയറീസാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചത്. നമുക്ക് പ്രോബ്ലം നമുക്ക് ലൈവ് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.